Hello friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങുമായി ബന്ധപ്പെട്ട് അതായത് നമ്മൾ ഫോണിന്റെ ബാറ്ററി ചാർജ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്നതനുസരിച്ച് എത്രത്തോളം ഡിസ്ചാർജിങ് ആവുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫോണിന്റെ ബാറ്ററി ചാർജിങ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ബാറ്ററി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത്. അതായത് ഫോണിന്റെ ബോർഡിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ചാർജിങ് കേബിളിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അതൊക്കെ എങ്ങനെ മനസ്സിലാക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും, ബാറ്ററി ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ഫാസ്റ്റായിട്ട് ചാർജ് കയറുകയും സ്ലോ ആയിട്ട് ചാർജ് ഇറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫാസ്റ്റായിട്ട് ചാർജ് കയറുകയും സ്ലോ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് സ്ലോ ആയിട്ട് മാത്രം ചാർജ് ഇറങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫോണിൽ യാതൊരുവിധ പ്രോബ്ലം, നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിക്കോ നമ്മുടെ ഫോണിൻ്റെ ബോർഡിനോ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. അത് നല്ല ഒരു പ്രൊസീജിയറാണ്. ഫാസ്റ്റായിട്ട് ചാർജ് കയറുകയും സ്ലോ ആയിട്ട് ചാർജ് ഇറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ യാതൊന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫോൺ പെർഫെക്റ്റ്ലി നോ പ്രോബ്ലം, ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി, രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഫാസ്റ്റായിട്ട് ചാർജ് കയറുകയും ഫാസ്റ്റായിട്ട് തന്നെ ഇറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഫാസ്റ്റായിട്ട് ചാർജ് കയറുകയും ഫാസ്റ്റായിട്ട് തന്നെ ഇറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അത് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഏകദേശം 70% നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ പ്രോബ്ലംസ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഫാസ്റ്റായിട്ട് ചാർജ് കയറുകയും ഫാസ്റ്റായിട്ട് തന്നെ ഇറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ 70% നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പ്രോബ്ലംസ് ആണ്. 30% നമ്മുടെ ഫോണിൻ്റെ ബോർഡിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ബോർഡ് ഷോർട്ടോ ഹാഫ് ഷോർട്ടോ സെക്കൻഡറി ലൈനിൽ എന്തെങ്കിലുമൊക്കെ ഷോർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇതേപോലെ പ്രോബ്ലംസ് വരും. പക്ഷേ അത് 30% മാത്രമേ അത്ര പ്രോബ്ലംസ് വരാറുള്ളൂ. 70% നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസാണ്. ഇനി മൂന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും സ്ലോ ആയിട്ട് ചാർജ് കയറുകയും വളരെ പതുക്കെ മാത്രമേ ചാർജ് കയറുകയും എന്നാൽ സ്ലോ ആയിട്ട് തന്നെ ഇറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, പതുക്കെ ചാർജ് കയറുകയും ചെയ്യും എന്നാൽ പതുക്കെ തന്നെ ഇറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അത് കൂടുതലും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിക്കോ ബോർഡിനോ ഉണ്ടാകുന്ന പ്രോബ്ലംസ് അല്ല. കൂടുതലും കണ്ടുവരുന്നത് നമ്മുടെ ഫോണിൻ്റെ ചാർജിങ് അഡോപ്റ്ററിനോ അല്ലെങ്കിൽ ചാർജിങ് കേബിളിനോ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ്. 70% ചാർജിങ് അഡോപ്റ്ററിനോ ചാർജിങ് കേബിളിനോ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണ് സ്ലോ ആയിട്ട് ചാർജ് കയറുകയും സ്ലോ ആയിട്ട് ചാർജ് ഇറങ്ങുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 70% ചാർജിങ് അഡോപ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ കേബിളിൻ്റെയോ നമ്മൾ ഫോണിൽ കുത്തണ ആ ഒരു കേബിൾ ഉണ്ടല്ലോ, ആ ഒരു കേബിളിൻ്റെയോ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ 30% നമ്മുടെ ഫോണിൻ്റെ ചാർജിങ് കണക്റ്ററിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കൊണ്ടും CC ബോർഡിനുണ്ടാകുന്ന പ്രോബ്ലംസ് കൊണ്ടും CC ബോർഡും നമ്മുടെ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ട്രിപ്പിലുണ്ടാകുന്ന CC ബോർഡിൻ്റെ സ്ട്രിപ്പിലുണ്ടാകുന്ന കംപ്ലൈൻറ്റ് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. അത് വെറും 20%, സാധ്യത വളരെ കുറവാണ്. ഏകദേശം 20-30% മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ. 70% നമ്മുടെ ഫോണിൻ്റെ നമ്മുടെ ചാർജറിൻ്റെ കേബിളിനോ അഡോപ്റ്ററിലോ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണ് സ്ലോ ആയിട്ട് ചാർജ് കയറുന്ന ഈ ഒരു പ്രോബ്ലംസ്, സ്ലോ ആയിട്ട് ചാർജ് കയറുകയും സ്ലോ ആയിട്ട് ഇറങ്ങുകയും ചെയ്യുന്ന ഈ ഒരു ഇഷ്യൂസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നാലാമത്തെ കാര്യം പറയുകയാണെങ്കിൽ സ്ലോ ആയിട്ട് ചാർജ് കയറുകയും ഫാസ്റ്റായിട്ട് ചാർജ് ഇറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ, പതുക്കെ ചാർജ് കയറുകയും പെട്ടെന്ന് ചാർജ് ഇറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത് 50%. അത് 50% 50% നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ പ്രോബ്ലംസ് കൊണ്ട് സംഭവിക്കാം, 50% നമ്മുടെ ഫോണിൻ്റെ ബോർഡിൻ്റെ ഇഷ്യൂസ് കൊണ്ട് സംഭവിക്കാം. ബോർഡിൻ്റെ ഇഷ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ബോർഡിൽ എന്തെങ്കിലും മേജറായിട്ടുള്ള ഷോർട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സെക്കൻഡറി ലൈനിൽ എന്തെങ്കിലും ഹാഫ് ഷോർട്ടിങ് ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇതേപോലെ സ്ലോ ആയിട്ട് ചാർജ് കയറുകയും ഫാസ്റ്റായിട്ട് ചാർജ് ഇറങ്ങുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഏകദേശം നമുക്ക് കിട്ടുന്ന മൊബൈലിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ടെക്നീഷ്യനെ നമ്മുടെ ഷോപ്പിൽ കൂടെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു ലെവലിലാണ് നമുക്ക് കിട്ടുന്നത്, ആ ഒരു പ്രോബ്ലംസ് കിട്ടുന്നത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒരു ഫോണ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് മെയിനായിട്ട് മനസ്സിലാവുകയുള്ളൂ. പിന്നെ ചാർജിങ് സംബന്ധമായിട്ടുള്ള കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രശ്നത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫോൺ വളരെയേറെ ഹീറ്റ് ആവുകയാണെങ്കിൽ, ഹീറ്റിംഗ് ഇഷ്യൂസ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൻ്റെ ബോർഡ് ചെക്ക് ചെയ്യുക, വളരെ അത്യാവശ്യമാണ്. ബോർഡായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ്. ബോർഡിൻ്റെ ഇഷ്യൂസ് കൊണ്ടാണ് കൂടുതലും ഫോൺ ഹീറ്റ് ആവുന്നത്. അപ്പോൾ ബോർഡിൽ എന്തെങ്കിലും ഷോർട്ടോ ഹാഫ് ഷോർട്ടിങ്ങോ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് റിമൂവ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഷോർട്ടൊക്കെ റിമൂവ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതിനനുസരിച്ചുള്ള ടെക്നിക്കൽ ടൂൾസുകളും മറ്റു കാര്യങ്ങളുമെല്ലാം നമ്മുടെ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഈസി ആയിട്ട് തന്നെ ഷോർട്ടും ഹാഫ് ഷോർട്ടായിരുന്നാൽ പോലും നമുക്ക് വളരെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.